എന്നുള്ളത് വിശ്വസിക്കുന്നു. പക്ഷെ എന്റെ സംശയം, ഈ മുടി പെണ്ണുങ്ങൾ മുടി കെട്ടി വെക്കുക എന്നത്, അപ്പൊ ഈ സാധാരണ ഈ പെണ്ണുങ്ങൾ മുടി ബാക്കിൽ കെട്ടാറുണ്ട്, തലയിൽ മോളിൽ കെട്ടുന്നതല്ല, ബാക്കിൽ കെട്ടി വെക്കാറുണ്ട് ഒതുങ്ങാൻ വേണ്ടി. അത് ഈ ഒട്ടകത്തിന്റെ പൂഞ്ഞൂല് പോലെ കെട്ടി ആ ഒരു രീതിയിൽ പെടുമോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്ത്രീകൾ കൃത്രിമ മുടി വെച്ച് കുറേ അധികം മുടിയുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി മുകളിൽ കെട്ടിവെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് കൃത്രിമ സൗന്ദര്യം അഭിനയിക്കലായത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതിൽപ്പെട്ടതാണ്. നമ്മൾ ഇന്ന് സ്ത്രീകൾ ചെയ്യുന്നത് അധികം മടഞ്ഞിടലാണ്. അങ്ങനെ മടഞ്ഞിട്ടാലും മതി. ഇനി കെട്ടിവെക്കുകയാണെങ്കിൽ കൃത്രിമ മുടികൾ കൂട്ടാതെ ഉള്ള മുടി പിന്നിലേക്ക് കെട്ടിയിടുന്നത് കൊണ്ട് ആ പറഞ്ഞ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ എന്ന് പറഞ്ഞ പരിധിയിൽ വരില്ല. അത് മുകളിൽ, തലയുടെ മുകളിൽ കെട്ടിവെക്കുകയും സ്വന്തം മുടിക്ക് പുറമെ കൃത്രിമ മുടികൾ കൂടി കൂട്ടിയിട്ട് ധാരാളം മുടിയുള്ള ആളാണ് എന്ന് ധരിപ്പിച്ച് കൃത്രിമ സൗന്ദര്യം അഭിനയിക്കലാണ്. യഥാർത്ഥത്തിൽ അതിൽ മറ്റുള്ളവരെ ഒരർത്ഥത്തിൽ വഞ്ചിക്കൽ കൂടി അതിലുണ്ട്. അതിന്റെ പുറമെ കൃത്രിമമായ പൊങ്ങച്ചം കാണിക്കലുണ്ട്, അഭിനയമുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ അത് വിരോധിച്ചത്. എന്നാൽ നമ്മളീ പറഞ്ഞോർത്ത് അതൊന്നുമില്ല. അവരുടെ സ്വാഭാവികമായി ഉള്ള മുടി ഒതുങ്ങി നിൽക്കാൻ വേണ്ടി പിന്നിലേക്ക് കെട്ടിവെക്കുന്നത് ഈ പറഞ്ഞ പരിധിയിൽ ഒന്നും വരാത്തത് കൊണ്ട് അത് വിരോധമില്ല. ഇനി ഒരാൾ മുടഞ്ഞിടുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. സ്വഹാബിയാത്തുകൾ അധികവും മുടഞ്ഞിട്ടതായിട്ടാണ് കാണുന്നത്. അങ്ങനെ മുടഞ്ഞിടാം, കെട്ടിവെക്കുകയും ചെയ്യാം. വിരോധിക്കപ്പെട്ട് നേരത്തെ പറഞ്ഞ ഇത്തരം കാരണങ്ങൾ ഉള്ളത് കൊണ്ട് ആ കൃത്രിമത്വത്തിന് പാടില്ല എന്ന നിലക്കാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ. നമ്മുടെ സ്ത്രീകളുടെ മുഖത്തിന്റെ പരിധി പറഞ്ഞ കൂട്ടത്തിൽ ഉസ്താദ് ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ നെറ്റിയുടെ അതായത് മുകൾ വശം എന്ന് പറഞ്ഞപ്പോൾ കഷണ്ടി വന്ന ഭാഗം അതിൽ പെടില്ല എന്ന് പറഞ്ഞു. അപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ കഷണ്ടി വന്നിട്ടുള്ള പുരുഷന്മാർ തന്നെ പലപ്പോഴും അവരുടെ നെറ്റിത്തടം എന്ന പരിധിയിൽ അല്ല നമ്മുടെ സുജൂദിൽ വെക്കേണ്ടത്. അങ്ങനെ വെച്ചിട്ടുള്ള പലരുടെ ചില ആളുകളുടെയൊക്കെ നിസ്കാരത്തായമ്പ് തന്നെ ആ കഷണ്ടിയുടെ ഭാഗത്തോട്ട് കാണുന്നുണ്ട്. അതിന്റെ അർത്ഥം അദ്ദേഹം സാധാരണഗതിയിൽ കഷണ്ടി ഭാഗത്ത് നിരത്തി വെക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് നിസ്കാരത്തായമ്പ് അവിടെ എത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന നിസ്കാരത്തിലെ സുജൂദ് ശരിയാകുമോ എന്നാണ് ഒരു ചോദ്യം. രണ്ടാമത്തത്, പിന്നെ സ്ത്രീകളുടെ ആവർത്ത് പറഞ്ഞ കൂട്ടത്തിൽ 4 വിധമുണ്ട് എന്ന് പറഞ്ഞപ്പോ പണിയെടുക്കുമ്പോൾ വെളിവാകുന്ന ഭാഗം എന്ന് പറഞ്ഞു. അപ്പൊ പണിയെടുക്കുമ്പോൾ സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് ഈ ഭാഗങ്ങൾ വെളിവാക്കുന്നതിൽ തെറ്റില്ല. അതായത് പുറത്ത് എന്തെങ്കിലും കൂലിപ്പണിയോ അങ്ങനെയൊക്കെ എടുക്കുന്ന സമയത്ത് മുട്ടിന് താഴെ, കൈമുട്ടിന് താഴെയും കാൽമുട്ടിന് താഴെയും അതേപോലെ മുകളിലോട്ടും തലയുടെ കഴുത്തിന് മുകളിലോട്ടും വെളിവാക്കുന്നതിന് തെറ്റില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ല എന്റെ തെറ്റിദ്ധാരണയാണോ എന്താന്നുള്ള അതൊന്ന് വിവരിച്ചു തന്നാൽ തിരക്കടില്ലായിരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. പരമാവധി ഒരു ചോദ്യം ആകാൻ ശ്രദ്ധിക്കുന്നത് നന്ന്. മറ്റേ ചിലപ്പോൾ എൻ്റെ അടുത്ത് ഓർമ്മ ഉണ്ടാവില്ല, അതാ കേട്. നെറ്റിത്തടം എന്ന് പറയുന്നത് ചോദ്യത്തിൽ പറഞ്ഞതുപോലെ സാധാരണ തലമുടി മുളക്കുന്ന സ്ഥലത്തിന്റെ താഴെയുള്ള ഭാഗമാണ്. കഷണ്ടി ബാധിച്ചുകൊണ്ട് നെറ്റിത്തടം പോലെ അതിന്റെ മേലെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അത് തലയാണ്, നെറ്റിത്തടം അല്ല. ഔറത്ത് മറക്കുന്നിടത്ത് സ്ത്രീകളാണെങ്കിൽ അത് മറക്കണം എന്ന് നേരത്തെ പറഞ്ഞു. എന്നതുപോലെ സുജൂദിന്റെ സമയത്ത് നെറ്റിത്തടം പറ്റാതെ തല മാത്രമായാൽ സുജൂദ് സയ്യാവൂല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മുതിർന്ന ആളുകളിൽ അങ്ങനെ വരൽ വളരെ കുറവാണ്. നിസ്കാരം പരിശീലിച്ചിട്ടില്ലാത്ത കുട്ടികൾ നിസ്കരിക്കുന്ന സമയത്ത് പലപ്പോഴും അങ്ങനെ തല വെച്ച് സുജൂദ് ചെയ്യുന്നത് കാണാറുണ്ട്. ഇത് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല വഴി മൂക്ക് നന്നായി അമർത്തി നിലത്ത് വെക്കുക. അത് സുന്നത്തേ ഉള്ളൂ. പക്ഷെ ആ സുന്നത്ത് പാലിക്കുമ്പോൾ സ്വാഭാവികമായും നെറ്റിത്തടത്തിൽ നിന്ന് അല്പഭാഗമെങ്കിലും സുജൂദിന്റെ സ്ഥാനം തട്ടും. നെറ്റിത്തടം മുഴുവനായി തട്ടിക്കൊള്ളണം എന്ന് ഷർത്തില്ല.
നെറ്റിത്തടത്തിൽ നിന്നിട്ട് കുറച്ച് സ്ഥലമെങ്കിലും മറയില്ലാതെ നിലത്ത് കെട്ടണം എന്നുള്ള അതിനുള്ള മാർഗമാണ് മൂക്ക് വെക്കുകാറിന്. അതുകൊണ്ടാണല്ലോ മൂക്ക് വെക്കൽ വറലായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. 7 അവയവങ്ങളിൽ മൂക്ക് പെടൂല. പക്ഷേ സുജൂദിന്റെ അവയവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നെറ്റിത്തടാനാണ്. അപ്പൊ ഈ നെറ്റിത്തടം കുറച്ചു ഭാഗമെങ്കിലും മറയില്ലാതെ നിലത്ത് പറ്റി എന്ന് ഉറപ്പ് വരാൻ സഹായിക്കും ഈ മൂക്ക് വെക്കല്. അങ്ങനെ മൂക്ക് നന്നായി ഭൂമിയിൽ അമർത്തി വെച്ചാൽ നെറ്റിത്തടത്തിൽ നിന്നിട്ട് കുറച്ച് പറ്റും. അത് പറ്റാതെ തല മാത്രമാണ് വെച്ചതെങ്കിൽ സുജൂദ് സഹിയാവില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. സ്ത്രീകൾ തൊഴിലവസരങ്ങളിൽ വെളിവാവുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അന്യപുരുഷന്മാരുടെ ദൃഷ്ടിയിൽ അല്ലാത്തയിടത്ത് എന്ന നിബന്ധന അവിടെ വെക്കണം. അന്യപുരുഷന്മാരില്ലാത്ത സ്ഥലത്ത്, അത് പുറത്തു ജോലി ചെയ്യുകയാണെങ്കിലും അല്ലാതെ വീട്ടു ജോലി ചെയ്യുകയാണെങ്കിലും ഒക്കെ അന്യപുരുഷന്മാർ കാണാൻ സാധ്യതയില്ലാത്ത സ്ഥലത്താണെങ്കിൽ കാൽമുട്ടിന്റെ കീഴെ, കൈമുട്ടിന്റെ കീഴ്, കഴുത്തിന്റെ മേലെ ഭാഗങ്ങൾ അത്തരം തൊഴിലവസരങ്ങളിൽ വെളിവാകാൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഔറത്ത് വെളിവാക്കി എന്ന കുറ്റം ഉണ്ടാവുകയില്ല. അതേസമയത്ത് അന്യപുരുഷന്മാർ കാണുന്നോർത്താണെങ്കിലോ അതിന് പറയേണ്ട ആവശ്യമില്ലല്ലോ. തൊഴിലവസരത്തിലാണെങ്കിലും അല്ലെങ്കിലും അന്യപുരുഷന്മാരുടെ ദൃഷ്ടിയിൽ പെടുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശരീരഭാഗം മുഴുവനും ഔറത്താണ്. ഔറത്ത് മറക്കുന്നിടത്ത് തൊലിയുടെ നിറം കാണാത്ത വസ്ത്രം എന്ന് പറഞ്ഞാല് സാധാരണ നമ്മുടെ മുട്ടിന് മേലെയുള്ള സ്ഥലത്ത് ഒരു തുണി ഒതുവിന്റെ വെള്ളം കൊണ്ടോ എല്ലാ നജസായതിന്റെ പേരോ കഴുകുകയോ ചെയ്താൽ, അല്ലെങ്കിൽ നിസ്കാരത്തിൽ സുജൂദ് ചെയ്ത് സുജൂദിന്റെ ഇരിക്കുമ്പോഴോ നനഞ്ഞ കാരണം കൊണ്ട്, ഈ വസ്ത്രം നനഞ്ഞ കാരണം കൊണ്ട് ഔറത്ത് നിറം കാണുന്നത് കൊണ്ട് അതിന് കുഴപ്പമുണ്ടോ, ഔറത്ത് മറക്കാതിൽ പെടുമോ എന്നാണ് മൈക്ക് വിട്ട്. അസ്സലാമു അലൈക്കും. ദൈവത്തിയറിന് ലൈവ് ആരാണ് കൊടുക്കുന്നത്? അബു ഷാഫിയെ. ദൈവത്തിനെങ്കിൽ മതിയാക്കാൻ നമുക്ക് ആദ്യം പറയാം. അത് നേരത്തെ പറഞ്ഞതിന് തന്നെ മനസ്സിലാവും സൂര്യം. നേരത്തെ പറഞ്ഞല്ലോ, സാധാരണഗതിയിൽ നോക്കിയാൽ കാണാൻ സാധ്യതയില്ല. എന്നാൽ പ്രത്യേകം വെളിച്ചത്തിന്റെ, വാതിലിന്റെ നേരെ നിന്നതുകൊണ്ട് വാതിലിലൂടെ കടന്നു വരുന്ന പ്രത്യേക വെളിച്ചത്തിന്റെ അടുക്കായതുകൊണ്ട് തൊലിയുടെ നിറം കാണുന്നുണ്ട്. സാധാരണഗതിയിൽ കാണാൻ സാധ്യതയില്ല. എന്നാൽ അവിടെ അവർക്ക് മറച്ചതായി പരിഗണിക്കപ്പെടും, നിസ്കാരം സഹിയാവും എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രത്യേക കാരണത്താൽ ഒരു ഭാഗം നനഞ്ഞതുകൊണ്ട് കാണുന്നു, നിറം കാണുന്നു, സാധാരണ ഗതിയിൽ കാണില്ല എങ്കിൽ അത് അവർക്ക് മറഞ്ഞ ഹുക്കുമ തന്നെയാണ്. ലൈവ് ഉണ്ടെങ്കിൽ അബൂ ഷാഫി എടുത്തോളി. നമുക്ക് ഡ്രസ് കഴിഞ്ഞും ചെയ്തതിന് തന്നെയല്ല ചോദ്യോത്തരപ്പം എന്നും നടത്താലോ. അത് ലൈവ് കിട്ടുമ്പോഴേ ഉണ്ടാവുള്ളൂ. ഉണ്ടെങ്കിൽ അബൂ ഷാഫി എടുത്തോളി. അല്ലെങ്കിലോ അയാൾ പറയും വേണം. ഈരാറ്റുപേട്ടയിൽ വെച്ച് ജയലംകുളം സഖാഫി അവസാനം അവയവദാനം. ഇന്നത്തെ മറ്റേ പരിപാടി ലൈവില്ല നമുക്ക്. അതിലേക്കൂലേ സുന്നി സമ്മേളനം ഉണ്ടല്ലോ കൊയിലാണ്ടിയില്. കൊയിലാണ്ടി അല്ല, കൊയിലാണ്ടി കൊല്ലത്ത്. ഏതാന്ന് അറിഞ്ഞില്ല. ഏതായാലും അബൂ ഷാഫി എടുത്തോളി ഉണ്ടെങ്കിൽ. അവരെ ഡോക്ടർ നാസറിനെയൊക്കെ കാണാണ്ട്. സിദ്ദീഖ് പുളിക്കൽ, മാഷാ അല്ലാഹ്, എല്ലാ ഒമ്പന്മാരും ഉണ്ട്. വൈക്കെടുത്തോളി. നമ്മൾ വഴിയാക്കി. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.